ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചോറിൻ്റെ കൂടെ ഒരു കഷ്ണം മീൻ പൊരിച്ചത്, അത് മലയാളികളുടെ ഒരു ഇഷ്ട വിഭവമാണല്ലേ. ഒരു കഷ്ണം മീൻ പൊരിച്ചതുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ മീൻ പൊരിച്ചത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഈ മിക്സിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളിലേക്കെല്ലാം മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് മീനിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ മീൻ കഷ്ണങ്ങൾ എടുത്തിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് എല്ലാ മീനിലും മസാല തേച്ച് അതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് മീനിലേക്ക് നല്ലോണം ഒന്ന് മസാലയൊക്കെ നല്ല ഇറങ്ങും. ഉപ്പും എരിവൊക്കെ പാകമായിട്ട് നമുക്ക് നമ്മുടെ മസാലയിൽ നല്ലതിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാ മീനിലേക്കും ഞാൻ മസാല തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. നമ്മൾ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാൻ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് മീൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നമ്മുടെ മീനിൻ്റെ പൊരിച്ചത് നല്ലൊരു ഒരു പ്രത്യേക രുചിയിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. ഇനി ഈ സൈഡ് ആയതിനു ശേഷം നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്റ്റവ് സിമ്മിലും ലോ ഫ്ലെയിമിലായിട്ട് വെക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് മസാല ഒക്കെ നല്ല രീതിയിൽ നമുക്ക് തയ്യാറാക്കി കിട്ടും. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് അടിയൊന്നും പിടിക്കാണ്ട് മസാല നല്ല രീതിയിൽ തന്നെ നമുക്ക് മീൻ പൊരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത മീൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നല്ല രുചിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഇനി ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ